അപ്പോൾ എന്തുണ്ട്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പഴയ ഒരു ചിത്രത്തിൻ്റെ, പഴയതല്ല, ഓണത്തിനിറങ്ങിയ മലയാളത്തിൻ്റെ എല്ലാ ചരിത്രങ്ങളും തിരുത്തിക്കുറിച്ച ഒരു സിനിമയുടെ ചില കാര്യങ്ങൾ, നമുക്ക് തെറ്റുപറ്റിപ്പോയോ എന്ന് സംശയിക്കുന്ന ചില കാര്യങ്ങളാണ് OTT ചിത്രം വന്നതിന് ശേഷം കാണാൻ പറ്റുന്നത്. അപ്പോൾ അന്ന് തിയേറ്ററിൽ പോയി കണ്ടപ്പം എല്ലാവരും വല്ലാതെ പുകഴ്ത്തി പറയുന്ന ചിത്രം, ഞാനും റിവ്യൂ ഇട്ടത് സാമാന്യം കുഴപ്പമില്ലാത്ത രീതിയാണ്. വലിയ പൊക്കത്തിലൊന്നും വെച്ചില്ല, എന്നാലും പല യൂട്യൂബ് ചാനലുകളും വലിയ പൊക്കത്തിൽ എടുത്തടിച്ച ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രത്തിൻ്റെ OTT 64 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്, തിയേറ്ററിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ പരമാവധി ഊറ്റിയതിന് ശേഷമാണ് അവർ OTTയിൽ വിട്ടത്. അത് അവരുടെ ബുദ്ധിയാണ്, അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം അതുപോലെ പലരും അന്ന് പറയുന്നത് കേട്ട്, തുടരും എന്ന ചിത്രം ഈ 64 ദിവസം, ഒരു മാസം കഴിഞ്ഞപ്പോൾ OTT പോയല്ലോ, 64 ദിവസം നിന്നിരുന്നെങ്കിൽ വേറെ റേഞ്ച് തുടരുവിൻ്റെ അടുത്ത് പോലും എത്താൻ ഈ ലോകിക്ക് കഴിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നേരത്തെ OTT ഒരു മാസത്തിന് മുമ്പ് തന്നെ OTT വിറ്റതിന് ശേഷമാണ് തുടരും തിയേറ്റർ ഇറക്കി. അതും അവരുടെ കുറ്റമല്ല, കാരണം അവരും വിചാരിച്ചില്ല ഇത്രമേൽ വമ്പൻ ഹിറ്റ് നേടും എന്ന് പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെയാണ് ലോക എന്ന ചിത്രം, നിർമ്മാതാക്കൾ ദുൽഖർ സൽമാനാണല്ലോ, നിർമ്മാതാക്കൾ പോലും വിചാരിച്ചില്ല ഇങ്ങനൊരു ഹിറ്റ്. അതൊരു പരാജയ ചിത്രമാകും, അടുത്ത 2ഉം 3ഉം ഒക്കെ കൊണ്ട് ഇത് മേക്കപ്പ് ചെയ്യാമെന്നൊക്കെ ആയിരുന്നു അവർ വിചാരിച്ചത്. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്കുള്ളൊരു വിജയം ലോക നേടി. അത് ശരിവെക്കുന്ന വാർത്തകളല്ല OTT വന്നതിന് ശേഷം കാണാൻ പറ്റുന്നത്. OTTയിൽ വന്നതിന് ശേഷം ഇത് വളരെയധികം മോശപ്പെട്ട സിനിമയാണ്, ആവറേജ് സിനിമ പോലും ഇല്ല, അരോചകമാണ്, ബോറൻ തിരക്കഥയാണ് എന്നൊക്കെയുള്ള പല അഭിപ്രായങ്ങളും വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തേക്കാൾ കൂടുതൽ അന്യഭാഷയിൽ നിന്നാണ് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. ഇതെന്തുകൊണ്ട് തിയേറ്ററിൽ ഇങ്ങനെ വൻ വിജയമായി എന്ന് പലരും അത്ഭുതം കൂടുതൽ കണ്ടു. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതായിരുന്നു, ഒറ്റ പ്രാവശ്യമേ കണ്ടുള്ളൂ. ഈ തിരക്കിനിടയിൽ, ബഹളത്തിനിടയിലൊക്കെയാണ് നമ്മളിന്ന് കണ്ടത്. അപ്പം നമ്മുടെ തിരക്കും ഈ ആർപ്പുവിളികളും ഒക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും എന്ന് പറഞ്ഞത് എത്ര ശരിയാണെന്ന് ഞാൻ ഈ OTT കണ്ടപ്പോൾ മനസ്സിലായി. കാരണം കുടുംബത്തിൽ നിന്ന് ബാക്കി ആരും പോയില്ല, നമ്മൾ മാത്രമേ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം എല്ലാവരും കൂടെ ഇരുന്ന് OTTയിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മിക്കവാറും ആർക്കും ഇഷ്ടപ്പെട്ടില്ല, പിള്ളേർക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി, കാരണം ഈ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു വേറെ ലെവലാണ്. എന്നാലും ചിത്രത്തിൻ്റെ തിരക്കഥയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മഹാബോർ, ഈ കഥ മികച്ചതാണെന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോയി. അതെന്തായിരിക്കും പറഞ്ഞത്? പല സ്വാധീനങ്ങൾ നമ്മളുടെ റിവ്യൂവിനെ ബാധിച്ചു എന്ന് എനിക്ക് അങ്ങനെ തോന്നി. കാരണം ഞാൻ ഒരു ദിവസം കഴിഞ്ഞാണ് റിവ്യൂ അന്ന് ചെയ്തത്. കാരണം പല യൂട്യൂബ് ചാനലുകൾ എല്ലാവരും ഒരേ സ്ഥലത്ത് നല്ലതെന്ന് പറയുമ്പോൾ നമ്മുടെ ചില കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ, അത് അങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു എന്നൊക്കെ നമ്മളെ സ്വാധീനിച്ചു എന്ന് എനിക്ക് കറക്റ്റ് വ്യക്തമായി. അതുപോലൊരു കഥയുടെ ഇത് പറയട്ടെ. വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം OTTയിൽ മഹാബോർ ആയി മാറി എന്നുള്ളതാണ്. അത് ഒത്തിരി ട്രോൾ വീഡിയോ ഒക്കെ ഇറങ്ങിയതാണ്. പ്രത്യേകിച്ച് ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും പ്രായമായതിനു ശേഷം വന്നപ്പം അത് ഒത്തിരി ട്രോൾ വീഡിയോ ആയിട്ട് വാങ്ങിയതാണ്. പക്ഷെ തിയേറ്ററിൽ ഒരു വൻ വിജയമായ ചിത്രമാണ്. അങ്ങനെ പല ചിത്രങ്ങളും ഉണ്ട്. പക്ഷേ ഈ ലോക എന്ന ചിത്രം തിയേറ്ററിൽ ഇരുന്നപ്പം തന്നെ ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ ഒരു വ്യക്തിയുണ്ടായി. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി മുൻ VC ആയിരുന്ന ഡോക്ടർ B. ഇക്ബാൽ. അദ്ദേഹത്തിൻ്റെ ഈ വാദം അന്ന് പലരും ചർച്ച ചെയ്തിട്ടുള്ളത്, പക്ഷെ അതിനങ്ങോട്ട് അത്ര പുഷപ്പ് കിട്ടിയില്ല. അന്നേ അദ്ദേഹം പറഞ്ഞു, ലോക അരോചകം, നല്ലൊരു തിരക്കഥ പോലുമില്ലാത്ത ഒരു പരമബോറനിഷിക്കഥ എന്നാണ് അദ്ദേഹം അതിൻ്റെ ഹെഡിങ് തന്നെ കൊടുത്തത്. അദ്ദേഹം അതിൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ആ കുറിപ്പിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാം, മൊത്തം വായിക്കാൻ പറ്റുന്നില്ല, നീണ്ട ഒരു കുറിപ്പാണ് അദ്ദേഹം. മലയാള സിനിമയിലെ യക്ഷിബാധ എന്ന് പറഞ്ഞ ഹെഡിങ്ങിലാണ് ഡോക്ടർ ബീഫിയുമായ
ഡോക്ടർ ബി ഇക്ബാൽ ആ കുറിപ്പ് പങ്കുവച്ചത്. ഇത് കുറച്ച് നേരത്തെ എഴുതണമെന്ന് കരുതിയിരുന്നു, പക്ഷേ ഇടയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നം വന്നതിനാൽ നീണ്ടുപോയി. അദ്ദേഹം ഈ ചിത്രം കണ്ടതിന് ശേഷം 1 മാസം കഴിഞ്ഞങ്ങാണ്ടുമാണ് ഇത് എഴുതുന്നത്. വളരെ നാൾ കൂടിയാണ് ഓണക്കാലത്ത് കുടുംബസമേതം തിയേറ്ററിൽ പോയൊരു സിനിമ കണ്ടത്. അതെ, അതുതന്നെ. എല്ലാവരും കണ്ണടച്ച് പുകഴ്ത്തി കൊണ്ടിരിക്കുന്ന ദുൽഖർ നിർമ്മിച്ച ലോക ചാപ്റ്റർ 1 ചന്ദ്ര. നമ്മുടെ പ്രിയ യുവനടൻ ദുൽഖർ സൽമാൻ, അതും പ്രിയങ്കരനായ മമ്മൂട്ടിയുടെ മകൻ, നിർമ്മിച്ച ചിത്രമായതുകൊണ്ട് പലരും സത്യം പറയാൻ മടിക്കുന്നത് കൊണ്ട് ഞാൻ തന്നെ അങ്ങ് തുറന്നു പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുറിപ്പ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ. ഇതൊരു വലിയ കൊലച്ചതിയായിപ്പോയി. ദുൽഖർ മിതമായ ഭാഷയിൽ പറഞ്ഞ ബീഭത്സം, അരോചകം, അസഖ്യം എന്നൊന്നും മാത്രം വിശേഷിപ്പിക്കാൻ കഴിയുന്ന നല്ലൊരു തിരക്കഥ പോലും ഇല്ലാത്ത ഒരു പരമ ബോറനിഷിക്കഥ എന്നായിരുന്നു അദ്ദേഹം അന്ന് കുറിപ്പിട്ടത്. ഇത് നീണ്ടൊരു കുറിപ്പാണ്. ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വായിച്ചിട്ടുള്ളൂ. അദ്ദേഹം അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു 2-3 പേജ് വരുന്നൊരു കുറിപ്പായിരുന്നു അദ്ദേഹം തയ്യാറാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്നത്തെ വാക്കുകളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായങ്ങൾ തന്നെയാണ് കുടുംബ പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് വരുന്നത്. നമ്മുടെ സിനിമയ്ക്കൊരു പ്രത്യേകത, ഈ തിയേറ്ററിൽ വന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ എനിക്ക് തോന്നുന്നു OTT വരുമ്പോൾ കാണും. പിന്നെ സിനിമയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. എനിക്ക് തോന്നുന്നു 2-3 ദിവസം ഇത് നല്ല പടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിനെ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. കാരണം പലർക്കും പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും എല്ലാവരും നല്ലതെന്ന് പറയുന്ന ഒരു ചിത്രത്തെപ്പറ്റി മോശം അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുമെന്ന് ആൾക്കാർ ധരിക്കും. എല്ലാവരും അങ്ങനെ തന്നെ. അപ്പം ചിലരെങ്കിലും എൻ്റെ വീഡിയോയ്ക്ക് ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ പലരും വന്ന് പറഞ്ഞു, ചേട്ടാ ഇത്രമേൽ പൊക്കി പറയാൻ ഇതിനകത്ത് എന്താ ഉള്ളത് എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ അന്ന് ചിന്തിച്ചതാണ് ഈ കാര്യങ്ങളൊക്കെ. അന്ന് പക്ഷേ എനിക്ക് ആ ചിത്രം തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ആ ചിത്രം ഇഷ്ടപ്പെട്ടു. അതും പ്രകാരമാണ് ഞാൻ റിവ്യൂ ചെയ്തത്. പക്ഷേ ഇപ്പം വീട്ടിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞപ്പം അത് മഹാബോറായിട്ട്, ഇപ്പം ഈ ഡോക്ടർ ബി ഇക്ബാൽ പറഞ്ഞ വാചകമായിട്ട് വെച്ചിരുന്നാൽ പരമ ബോർ ഇഷ്ടിക്കഥയെന്ന് തോന്നുന്നു. ഇതൊക്കെ മലയാള സിനിമ പ്രേക്ഷകരിത് സമ്മതിച്ചല്ലോ, എന്താ കത്തിയെ കാണിക്കുന്നതെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. എനിക്ക് തോന്നുന്നു ഈ OTT വന്നപ്പം ദുൽഖർ ഒക്കെ ലാസ്റ്റ് വന്നതുണ്ടല്ലോ, ഭയങ്കര മാഫായിട്ടൊക്കെ തിയേറ്ററിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ OTT വന്നപ്പം മഹാബോർ, എന്താണ് ദുൽഖർ കാണിക്കുന്നത് എന്നറിയില്ല. പ്രത്യേകിച്ച് ആ മുഖംമൂടിയൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ മഹാബോറായിട്ടാണ് തോന്നിയത്. അതുപോലെ ഈ ടൊവിനോയുടെ കഥാപാത്രവും രസികനായിട്ടുള്ള കഥാപാത്രമാണ്. തിയേറ്ററിൽ ചിരിയൊക്കെ ഉണർത്തിയ കഥാപാത്രമായിരുന്നു. പക്ഷേ അതും നമുക്ക് വീട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പം അത് ഇതായിട്ട് തോന്നി. ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിൽ നിന്ന് ആഘോഷങ്ങൾ പൂർവ്വം, അതുപോലെ പ്രത്യേകിച്ച് ഫാൻസിൻ്റെ ഇടയിലെ ആദ്യ ദിവസങ്ങളിൽ ഒക്കെ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ വ്യക്തമായിട്ട് ഇതിൻ്റെ സംഭാഷണങ്ങളോ ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് അത് വേറെ ലെവൽ. അതും ഒരു കാരണമാകാം ഇപ്പോൾ OTTയിൽ ഇത് വൻ തകർത്ത് നേരിടുന്നതിൽ. ഏതായാലും OTT വൻ വിമർശനങ്ങളാണ് ലോകയെപ്പറ്റി നേടുന്നത്. പലരും അഭിപ്രായപ്പെടുന്ന പോലെ മലയാള സിനിമയുടെ ചരിത്രം ഈ സിനിമയുടെ പേരിൽ അറിയപ്പെടുന്നത് വളരെ ലജ്ജാകരം എന്നുള്ള അഭിപ്രായങ്ങൾ ഇതിനിടയിൽ വരുന്നുണ്ട്. നിങ്ങൾ OTTയിൽ ഈ ചിത്രം കണ്ടോ? നിങ്ങൾക്ക് എന്ത് തോന്നി എന്ന് ദയവായി എഴുതുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.